പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ജി സുധാകരൻ തൻ്റെ CPM-ഉമായിട്ടുള്ള 63 വർഷത്തെ ബന്ധം ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. 63 വർഷമായി പാർട്ടി അംഗം, 43 വർഷമായി സംസ്ഥാന കമ്മിറ്റി അംഗം. അദ്ദേഹം ഇന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ഏതാണ്ട് 15ഓളം പാർട്ടി കോൺഗ്രസുകളിലെ പങ്കാളിത്തം, ഡെലിഗേറ്റായിട്ട് 12 പാർട്ടി കോൺഗ്രസുകളിൽ അദ്ദേഹം സംസാരിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇന്ന് വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം ആരോടും പിന്തുണ ചോദിച്ചിട്ടില്ല. പിന്തുണയ്ക്കാമെന്ന് പ്രഖ്യാപിച്ച് ആരും വന്നിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൺവെൻഷനുകളോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചുവരെഴുത്തുകളുമൊക്കെ ഉണ്ടാവും. അദ്ദേഹം എന്തായാലും നടത്തില്ല. ആരെങ്കിലും നടത്തുമോ എന്നറിയില്ല എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നു. സുധാകരൻ CPM-ഉമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോയിലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യം, CPM എന്തുകൊണ്ട് ജി സുധാകരനെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതാണ്. അത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ CPM-ൽ എത്ര വലിയ നേതാവായാലും ആ നേതാവിനെതിരെ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ അച്ചടക്ക നടപടി പിന്നെ അത് റിവോക്ക് ചെയ്യുന്ന ഒരു പരിപാടി CPM-ന് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഏത് വലിയ നേതാവാണെങ്കിലും അച്ചടക്ക നടപടി നേരിട്ട് കീഴ്ഘടകത്തിലേക്ക് പോയാൽ പിന്നീട് ആ നേതാവ് ഒരു രാഷ്ട്രീയ മരണം സംഭവിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ജി സുധാകരനെ 2021 ജി സുധാകരനെ താഴെ പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. 5 വർഷമായി ആ ബ്രാഞ്ചിൽ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. സ്വാഭാവികമായും അങ്ങനെ പ്രവർത്തിക്കുന്ന സുധാകരൻ ഒരു രാഷ്ട്രീയ മരണം സംഭവിക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ CPM-ൽ കണ്ടിട്ടുള്ളത്. എത്ര വലിയ നേതാവായിക്കോട്ടെ, ആ നേതാവിനും ഒക്കെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാക്കിപ്പോയി, അതിപ്പോൾ MP രാഘവനോ അല്ലെങ്കിൽ KR ഗൗരിയമ്മയൊക്കെ വേറെ പാർട്ടി ഉണ്ടാക്കിപ്പോയി അവർ അതിജീവനത്തിന് വേണ്ടി ശ്രമിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ CPM-ൽ ഇതുപോലെ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം ആ നേതാവിൻ്റെത് അവസാനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ജി സുധാകരന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ മരണം ഉണ്ടാകുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 4-ാം തീയതി ജി സുധാകരൻ തൻ്റെ പാർട്ടി അംഗത്വം താൻ പുതുക്കുന്നില്ല എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സ്വാഭാവികമായി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരി, പുതുക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞ് അതിനെ സാധാരണത്തിൽ പൂർണ്ണമായും CPM-ൻ്റെ നേതൃത്വം അവഗണിക്കാറാണ് പതിവ്. എന്നാൽ ജി സുധാകരൻ്റെ കാര്യത്തിൽ ആ 4-ാം തീയതിക്ക് ശേഷമുള്ള ഒരാഴ്ചക്കാലം എന്താ സംഭവിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ജി സുധാകരൻ അന്ന് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി പ്രകോപിപ്പിച്ചത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ തികച്ചും അവഗണനാപരമായിട്ടുള്ള ഒരു പ്രതികരണം കൊണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും പരിഗണന കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പരിഗണനയും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ജി സുധാകരൻ്റെ ഈ പോസ്റ്റ് വരുന്നത്. ഈ പോസ്റ്റിനോടൊപ്പം ജി സുധാകരൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്ന ആ ഭാഗവും കൂടി ടാഗ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം സംഭവിച്ചത്, സാധാരണയിൽ CPM അവഗണിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു നേതാവിൻ്റെ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വിട്ടുപോയിക്കും. പക്ഷേ അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് നമ്മൾ കാണുന്നത് MP ഗോവിന്ദൻ വിളിക്കുന്നു, ക്ഷമ പറയുന്നു, താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തെ വിളിക്കുന്നു, സുധാകരൻ സാർ എന്ന് പറയുന്നു. സുധാകരൻ സാർ അങ്ങനെ ഒരു നിലപാടിലേക്കൊന്നും പോവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി R നാസർ സുധാകരനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. അതിനു പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗവും സുധാകരൻ്റെ ബന്ധുക്കളുമായിട്ടുള്ള CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരംഗമായിട്ടുള്ള ഹരിശങ്കറും രണ്ടുപേരും സുധാകരൻ്റെ ബന്ധുക്കളാണ്. അവർ വരുന്നു, സുധാകരനുമായി മണിക്കൂറുകളോളം സംസാരിക്കുന്നു, പോകുന്നു. ബേബി പിന്നെയും വിളിക്കുന്നു. എന്നിട്ടൊന്നും സുധാകരൻ തൻ്റെ നിലപാട് മാറ്റുന്നില്ല. അതിനെ തുടർന്ന് സുധാകരൻ ഒരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ തലേദിവസം രാത്രി ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുന്നു. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ചിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ 7 പ്രമുഖ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 7 പ്രമുഖ നേതാക്കൾ രാത്രിക്ക് രാത്രി സുധാകരൻ്റെ വീട്ടിലെത്തുന്നു.
സുധാകരനെ അനുനയിപ്പിക്കാം. സുധാകരൻ എന്ത് ചെയ്യുന്നു? അവരെ വീട്ടിലേക്ക് പോലും കയറ്റുന്നില്ല. സുധാകരൻ ഒരു കസേര എടുത്ത് വീടിൻ്റെ വരാന്തയിലേക്ക് വരുന്നു, കസേര ഇട്ടവിടെ ഇരിക്കുന്നു. ഈ നേതാക്കന്മാരുമായിട്ട് വരാന്തയിലിരുന്ന് സംസാരിച്ച് പറഞ്ഞു വിടുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ട്രീറ്റ്മെൻ്റ് ആണത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും സുധാകരനെ കാണാൻ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ പോലും സുധാകരൻ കയറ്റുന്നില്ല. സുഹൃത്തുക്കളെ, എത്ര ഭീകരമാണ് ആ ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരെല്ലാവരും പോകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പറയുന്നു. താൻ പാർട്ടിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, പാർട്ടിക്ക് വേണ്ടി താൻ എന്താണ് ചെയ്തത്, താൻ എത്ര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു, എത്ര പാർട്ടി കോൺഗ്രസിൽ സംസാരിച്ചു, പാർട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സമിതിയുടെ ചെയർമാനായിരുന്നു ആലപ്പുഴയിൽ 10-30 വർഷക്കാലം. അതിനെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ സഹോദരനായിട്ടുള്ള ഭുവനേന്ദ്രൻ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. എം മണിയെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തു. പിണറായി വിജയനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രി ആകുന്നതിൽ എനിക്ക് വിരോധമില്ല, പിണറായി വിജയനോട് എനിക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി അധികാരത്തിൽ വരുന്നതിനെക്കുറിച്ച് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പം അതിനെക്കുറിച്ചിട്ട് എനിക്ക് അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു. എല്ലാവരെയും പുച്ഛിച്ച് തള്ളി അജയ്യനായിട്ടാണ് അയാൾ പത്രസമ്മേളനത്തിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ പാർട്ടി അധികാരമോഹാണെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ പാർട്ടിയിൽ മത്സരിക്കുന്നവരെല്ലാവരും സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ജയിച്ചു കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞിട്ട് സുധാകരൻ എഴുന്നേറ്റ് പോയി. സുഹൃത്തുക്കളെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, എന്താണ് സുധാകരനെ ഇത്രയും ഭയപ്പെടുന്നത് ഈ പാർട്ടി നേതാക്കൾ എന്നാണ്. എന്തുകൊണ്ട് സുധാകരനെ അവഗണിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം സുധാകരനെ അവഗണിക്കുകയായിരുന്നല്ലോ, സുധാകരനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നല്ലോ. സുധാകരനെ തന്തയ്ക്ക് പോലും വിളിച്ചു എന്ന് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല. എൻ്റെ അച്ഛനെ പോലും അപകീർത്തിപ്പെടുത്തി. സുധാകരൻ എന്നുള്ളത് സുധാകരൻ എന്ന് പറഞ്ഞു ഇല്ലെന്ന് ചോദിച്ചു. പന്തളത്ത് ആരോ ഒരാൾ ഒരു പട്ടി ചത്തു എന്ന് പറഞ്ഞാൽ അത് രക്തസാക്ഷിത്വമാകുമോ എന്നൊരു SFI നേതാവ് മദ്യപിച്ചിരുന്നുകൊണ്ട് പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വികാരാധീനനായി സുധാകരൻ. അപ്പോൾ എന്തുകൊണ്ടാണ് സുധാകരൻ ഇത്രയും ഭയപ്പെടുന്നത്? സുധാകരൻ എന്തുകൊണ്ട് അവഗണിക്കുന്നില്ല? സുധാകരനെ എങ്ങനെയെങ്കിലും കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അവസാന ശ്വാസം വരെ എന്തുകൊണ്ട് CPM ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സുഹൃത്തുക്കൾ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സുധാകരൻ ആരാണ് എന്നും സുധാകരൻ്റെ വലിപ്പം എന്താണ് എന്നും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഒപ്പം നിർത്താവുന്ന തലപ്പൊക്കമുള്ളൊരു നേതാവാണ് ജി സുധാകരൻ. തെക്കൻ കേരളത്തിൽ പ്രായത്തിൽ പിണറായി വിജയനുമായി ഒരു 4-5 വയസ്സിൻ്റെ ഇളപ്പമുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ തെക്കൻ കേരളത്തിൽ CPM-ലെ ഏറ്റവും അധികായൻ, ഒരുപക്ഷെ MA ബേബിയേക്കാൾ തലപ്പൊക്കമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? ഇപ്പം കണ്ണൂർ ജില്ലയിലെ പാർട്ടി, ആ ജില്ലയിലെ പാർട്ടിയൊക്കെ എന്ന് പറയുന്ന പോലെ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയല്ലേ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ആദ്യമായി ട്രേഡ് യൂണിയൻ പണിമുടക്ക് കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിലല്ലേ. 50 പൈസ കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി സമരം നടത്തി ജയിച്ചു തിരുക്കൊച്ചി. അത് നടന്നത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ പാർട്ടി സുപ്രധാനമായിട്ടൊരു പാർട്ടിയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. VS-നെ പോലുള്ള നേതാക്കന്മാർ ഉത്ഭവിച്ച് വളർന്നു വന്ന ജില്ലയാണ് ആ ജില്ല. ആ ജില്ലയിലെ പതിറ്റാണ്ടുകളായി പാർട്ടിയെ നയിച്ച ഒരു അധികായനായിരുന്നു ജി സുധാകരൻ. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഉള്ളതൊക്കെ ഈ പുത്തൻകൂറ്റ് സുധാകരന് മുമ്പിൽ വെറും മൂട്ടകളായിട്ടുള്ള നേതാക്കന്മാരാണ്. ഇപ്പോൾ R നാസറും ഈ സജി ചെറിയാനും ഇതുപോലുള്ള ആളുകൾ, A മാരിഫ് പോലുള്ള ആളുകൾക്ക്, അവരൊന്നും സുധാകരന് മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത നേതാക്കന്മാരാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? ഞാൻ ആലോചിക്കുകയായിരുന്നു. മലപ്പുറം സമ്മേളനത്തിലേക്ക് VS പോകുമ്പോൾ 8 ജില്ലയുടെ ഭൂരിപക്ഷമായിട്ടാണ് പോയത്. അന്ന് ആലപ്പുഴ ജില്ല VS-നോടൊപ്പമായിരുന്നു. അന്ന് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി VS-ന് വേണ്ടി പിടിച്ചു കൊടുത്ത ആൾ സുധാകരനായിരുന്നു. നമുക്കറിയാമല്ലോ, മലപ്പുറം സമ്മേളനത്തിന് മുമ്പ് ഈ VS പിണറായി ഈ വിഭാഗങ്ങൾ തമ്മിൽ വലിയ പോര് നടന്നിരുന്നല്ലോ ജില്ലകളിൽ, പാർട്ടിയുടെ ആധിപത്യം പിടിക്കാൻ. അന്ന് സുപ്രധാനമായിരുന്നു ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ല മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ VS-ന് വേണ്ടി പിടിച്ചു കൊടുത്ത ആളാണ് ഈ ജി സുധാകരൻ. ഓർക്കണം നമ്മൾ. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് എന്താ?
മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. എന്നാൽ അതിനെ തുടർന്ന് പിന്നീട് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആധിപത്യം സ്ഥാപിച്ചപ്പോൾ പിണറായി വിജയന് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിടിച്ചു കൊടുത്തതും ജി സുധാകരനാണ്. ആലോചിച്ച് നോക്കണം. ഇപ്പോൾ VS-നോടൊപ്പം നിന്ന് ആദ്യം പിണറായി വിജയനെതിരെ കലഹിച്ചു. ഇപ്പം ശരിയോ തെറ്റോ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. VS-നോടൊപ്പം നിന്ന് പിണറായി വിജയന് വേണ്ടി കലഹിച്ചു, പാർട്ടി പിടിച്ചു. പിന്നീട് പിണറായി വിജയനോടൊപ്പം നിന്ന് VS-നെതിരെ കലഹിച്ച് പാർട്ടി പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ എത്ര വലിയ അധികായനാണെന്ന്. VS-നോടും പിണറായി വിജയനോടും നിന്ന് പോരടിച്ച ഒരു നേതാവാണ് ജി സുധാകരൻ. അങ്ങനെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ആലപ്പുഴ ജില്ല പിണറായി വിജയന് വേണ്ടി പിടിച്ചു കൊടുത്തതിനാണ് പിണറായി വിജയൻ സുധാകരനെ മന്ത്രിയാക്കിയത്. അങ്ങനെ 2 തവണ മന്ത്രിയായി. ആദ്യം സഹകരണ വകുപ്പ് മന്ത്രിയായി, പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. ആ സമയത്ത് സുധാകരനെ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് പിണറായി വിജയന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സുധാകരൻ പറഞ്ഞു, വേണ്ട, എനിക്ക് സെക്രട്ടേറിയറ്റ് മെമ്പർ ആവണ്ട, ചെറിയ കാര്യമാണോ? സെക്രട്ടേറിയറ്റ് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് കാലും കൈയും പിടിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് സുധാകരൻ പറഞ്ഞു, എനിക്ക് സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ഞാൻ സംസ്ഥാന സമിതിയിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. 1. 2, പൊതുമരാമത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതിക്ക് സാധ്യതയുള്ളൊരു വകുപ്പല്ലേ. ആ വകുപ്പിൽ 5 വർഷം ഇരുന്നിട്ട് എവിടെയെങ്കിലും ഒരു അഴിമതി ആരോപണം നമ്മളെ കൊണ്ട് കേൾപ്പിച്ചോ? സുധാകരൻ കേൾപ്പിച്ചില്ല. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് അയാളുടെ കൈവെള്ളയിൽ കരതലാമലകം പോലെയാണ് ആലപ്പുഴ ജില്ല സുധാകരൻ. അമ്പലപ്പുഴ എന്ന് മാത്രമല്ല, ആലപ്പുഴ ജില്ല മൊത്തം, ആലപ്പുഴ ജില്ലയിലെ മുക്കും മൂലയും അറിയാവുന്ന ആളാണ് സുധാകരൻ. ആലപ്പുഴ ജില്ലയിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് സുധാകരൻ. സുധാകരന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഇന്നത്തെ ആലപ്പുഴ പാർട്ടിയിലെ ഒരു നേതാവിനുമില്ല. സുധാകരൻ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. തൻ്റെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഈ സജി ചെറിയാനെ പോലുള്ള ഈ എടുക്കാ ചരക്കുകളാണ് ഇപ്പോൾ തൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വരുന്നത്. അതൊരു കാരണവശാലും സുധാകരന് സഹിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ആർ നാസർ, സജി ചെറിയാൻ, മാരിഫ് എന്നൊക്കെ പറയുന്നത് സുധാകരൻ്റെ മുമ്പിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്, പിള്ളേരാണ്, നഴ്സറി പിള്ളേരെ പോലെയാണ്. സലാമിനെ വളർത്തിക്കൊണ്ടുവന്നത് സുധാകരനാണ്. ആ സലാമാണ് സുധാകരൻ്റെ പുറത്ത് മെക്കിട്ട് കയറാൻ ചെല്ലുന്നത്. സുധാകരന് സഹിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ CPM നേതാക്കന്മാർ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ സംസ്ഥാന നേതാക്കന്മാർ ഭയപ്പെടുന്നത്. സുധാകരൻ തുനിഞ്ഞിറങ്ങിയാൽ തങ്ങൾ പപ്പടം പോലെ പൊടിയും എന്ന് CPM-ന്റെ നേതൃത്വത്തിന് അറിയാം. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു വശത്ത് സുധാകരൻ, ഒരു വശത്ത് സജി ചെറിയാൻ. അവർ തമ്മിലുള്ള നേരിലുള്ള പോർവിളിയാണ്, കലഹമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ കലഹത്തിൽ സുധാകരൻ്റെ മുമ്പിൽ ഒന്നുമല്ല അപ്പുറത്ത് നിൽക്കുന്നവർ. അതിനുള്ള ക്രെഡൻഷ്യൽസ് അവർക്കില്ല, അതിനുള്ള ക്രെഡിബിലിറ്റി അവർക്കില്ല. അതവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് അവർ സുധാകരൻ്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അവിടെ സലാം വന്നില്ല, അവിടെ സജി ചെറിയാൻ വന്നില്ല. കാരണം അവർക്കൊന്നും സുധാകരന് മുമ്പിൽ വരാൻ പറ്റില്ല. വന്നപ്പോൾ സുധാകരൻ അവർക്ക് കൊടുത്തത് അവരർഹിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞാൽ, നിനക്കൊന്നും എൻ്റെ വീട്ടിനകത്തേക്ക് കടന്നു വരാനുള്ള യോഗ്യത പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വരാന്തയിലിരുത്തി സുധാകരൻ ഇവരെല്ലാം പറഞ്ഞു വിട്ടത്. ഇനി നമ്മൾ കാണാൻ പോവുകയാണ് കളി. ആലപ്പുഴ ജില്ലയിലെ CPM-ന്റെ അതിജീവനം തന്നെ അപകടത്തിലായിരിക്കുന്നു സുധാകരൻ്റെ ഈ തീരുമാനത്തോടു കൂടി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുധാകരൻ ഒരുപാട് സ്ഥാനം വഹിച്ചതിനെ കുറിച്ചിട്ടൊക്കെ സജി ചെറിയാൻ പറയുന്നത് കണ്ടു. അത് സുധാകരൻ ചോദിച്ചു വാങ്ങിയ സ്ഥാനമല്ല. ആ സ്ഥാനങ്ങൾക്കെല്ലാം അർഹനായിരുന്നു സുധാകരൻ. അതുകൊണ്ട് പാർട്ടി വിളിച്ച് സുധാകരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പാർട്ടിയാണ് സുധാകരനെ SFIയുടെ സ്ഥാനം കൊടുത്തത്. സിൻഡിക്കേറ്റ് മെമ്പറാക്കിയത് പാർട്ടിയാണ്, MLA ആക്കിയത് പാർട്ടിയാണ്, ജില്ലാ സെക്രട്ടറി ആക്കിയത് പാർട്ടിയാണ്. അതൊന്നും സുധാകരൻ ചെന്ന് ചോദിച്ച് എന്നെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞതല്ല. സുധാകരൻ അതിന് അർഹനാണെന്ന് കണ്ടുകൊണ്ട് പാർട്ടി കൊടുത്തതാണ് സുധാകരൻ ആ സ്ഥാനങ്ങൾ. അതിന് സുധാകരനെ നമ്മൾ കുറ്റപ്പെടുന്നത് എന്തിനാണ്? ഇപ്പോൾ പിണറായി വിജയൻ 6 തവണ MLA ആയി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി. അതൊക്കെ അതിന് അർഹതയുണ്ടെന്നും പറഞ്ഞിട്ട് പാർട്ടി കൊടുത്തതല്ലേ, അല്ലാതെ അയാൾ ചെന്നിട്ട് ചോദിച്ച് മേടിച്ചതാണ്. ഇപ്പം 3-ാം തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായത് പാർട്ടിയാക്കിയതല്ലേ. അപ്പം അതുകൊണ്ട് സുധാകരൻ സ്ഥാനത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുണ്ടായിരുന്നു സുധാകരൻ എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ അർഹതയുള്ളതാണോ ആയെന്നുള്ളതൊക്കെ ഉള്ള തർക്കങ്ങൾ വരെ ഉണ്ട്. പക്ഷേ പാർട്ടിയാണല്ലോ തീരുമാനിച്ച് കൊടുക്കുന്നത്.
എന്തായാലും സുധാകരൻ ഈ സ്ഥാനങ്ങൾക്കൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുണ്ടായിരുന്നു സുധാകരൻ മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിസ്ഥാനത്ത് സുധാകരൻ ഇരുന്നത് സുധാകരൻ അർഹതയുള്ളതുകൊണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എന്തെങ്കിലും ആരോപണം സുധാകരൻ ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ടോ? സുധാകരൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് പാർട്ടി വളരുകയല്ലേ ചെയ്തിട്ടുള്ളത്? തളരുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധിയാണ് CPM നേരിടുന്നത്. യഥാർത്ഥത്തിൽ രാഘവൻ പോയതിനു ശേഷവും ഗൗരിയമ്മ പോയതിനു ശേഷവും പാർട്ടി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയിൽ ആണ് ഇപ്പം പാർട്ടി നേരിടുന്നത്. അതുകൊണ്ടാണ് CPM നേതാക്കന്മാർ സുധാകരനെ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചത്. എന്നാൽ അവർക്കെല്ലാം അർഹിക്കുന്ന നിലയിൽ അവരെ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സുധാകരൻ അവരെ വീട്ടിൽ പോലും കയറ്റാതെ പറഞ്ഞു വിട്ടത്. ഇനി സുധാകരൻ ആരാണെന്നുള്ളതും സുധാകരൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതും അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളതുമൊക്കെ ഇനി CPM ഇനി തിരിച്ചറിയാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ എന്നാണ് എനിക്ക് ഈ സുധാകരൻ്റെ ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി അതാണ് എനിക്കൊരു നിരീക്ഷണമായി എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാനുള്ളത്.